വ്യാജ പ്രവാചകരെ തകർക്കപ്പെടും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരുപാട് വ്യാജ പ്രവാചകരുണ്ട് സഹോദരങ്ങളെ. കർത്താവിൻ്റെ സത്യവചനത്തിനും പരിശുദ്ധ സഭയുടെ സത്യപ്രബോധനങ്ങൾക്ക് വിരുദ്ധമായ പ്രബോധനങ്ങളും പഠിപ്പിക്കലുകളുമായി കർത്താവിൻ്റെ യഥാർത്ഥ വഴിയിൽ നിന്ന്, സത്യവചനത്തിൽ നിന്ന് ജനത്തെ വ്യതിചലിപ്പിച്ച് കളയുന്ന പലവിധത്തിലുള്ള വ്യാജ പ്രവാചകന്മാരെ ഈ കാലഘട്ടത്തിലുണ്ട്. ഒരുപാട് ചില കള്ളനാണയങ്ങളുണ്ട് സഹോദരങ്ങളെ. നമ്മൾ അതീവ ജാഗ്രതയുള്ളവരാകണം. എല്ലാ ഉപദേശങ്ങളും പുറകെ നമ്മൾ ഓടരുത്. എല്ലാ ഉപദേശങ്ങളും കണ്ണടച്ച് സ്വീകരിക്കരുത്. യൂട്യൂബ് തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാ പഠനങ്ങളും വചനമല്ലേ പറയുന്നത്, എല്ലാം വചനമല്ലേ പറയുന്നതെന്നും പറഞ്ഞ് കണ്ണടച്ച് ആ വചനങ്ങൾ മുഴുവൻ സ്വീകരിക്കരുത്. സത്യവിശ്വാസത്തോടും സത്യപ്രബോധനങ്ങളോടും ചേർന്ന് പോകുന്ന പഠനങ്ങളെ, പ്രബോധനങ്ങളെ സ്വീകരിക്കുവാനുള്ള ദൈവിക ജ്ഞാനം നിനക്കുണ്ടാകണം. ഹല്ലേലൂയ. ആത്മാവ് നമ്മോട് പറയുന്ന കാര്യം. ഒത്തിരി പേര് വഴിതെറ്റിക്കപ്പെട്ട് എന്തൊക്കെ അപകടങ്ങളിൽ ചെന്ന് വീഴുന്നത്. ഓരോ ദേശങ്ങളിൽ ചെല്ലുമ്പോൾ ചിലർ വേദനയോടെ പറയുന്ന അനുഭവങ്ങൾ ഞാനത് പൊതുവായി പറയുന്നില്ല സഹോദരങ്ങളെ. ഇങ്ങനെയുള്ള കപടോപദേശങ്ങൾ, കപടാത്മാക്കളുടെ കെണികളിൽപ്പെട്ട് ജീവിതം തകർന്നുപോയ ഒത്തിരിയേറെ മനുഷ്യരുണ്ട്, കുടുംബങ്ങൾ വരെയുണ്ട്. ശ്രദ്ധിക്കണം നമ്മൾ. ദൈവത്തിൻ്റെ വചനം പറയാ, പൗലോസിന്റെ കരങ്ങളിലൂടെ അസാധാരണമായ അഭിഷേകം പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയപ്പോൾ സ്കേവയുടെ 7 പുത്രന്മാര് അവർ വ്യാജപ്രവാചകര്, കള്ളപ്രവാചകര്, അവരുടെ സകല കള്ളത്തരങ്ങളും പൊളിഞ്ഞു. അവരുടെ നുണകള്, അവരുടെ ചതികള്, അവരുടെ വ്യാജ വേഷങ്ങളെ പരിശുദ്ധാത്മാവ് വെളിച്ചത്ത് കൊണ്ടുവന്നു, എക്സ്പോസ് ചെയ്തു. അത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അനോയിന്റിങ്ങിന് ആ പവറുണ്ട് സഹോദരങ്ങളെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വചനങ്ങൾ ആ സ്ക്രീനിലോട്ട് നോക്കിയുണ്ട്. ഇത് നിങ്ങൾ പിന്നീട് വായിക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വചനങ്ങൾ ശരിക്കും അങ്ങ് വായിച്ച് ധ്യാനിക്കണം. അതിൽ ഈ സമയം നമ്മൾ 15ഉം 16ഉം വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാൻ പോവാണ്. സ്ക്രീനിലോട്ട് നോക്കിയാൽ ഒരു ഉച്ചസ്വരത്തിൽ വായിച്ച്. എന്നാൽ അശുദ്ധാത്മാവ് അവരോട്, ഈ കള്ളപ്രവാചകരോടാണ്, ഈ അവരെന്ന് പറയുന്നത് വ്യാജ പ്രവാചകരാ, ഇപ്രകാരം മറുപടി പറഞ്ഞു: യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും അറിയാം, എന്നാൽ നിങ്ങളാരാണ്? പൗലോസിനെ എനിക്കറിയാം, യേശുവിനെയും എനിക്കറിയാം, നിങ്ങളാരാണ്? ഇത് പറഞ്ഞിട്ട് ഈ അശുദ്ധാത്മാവ് ഈ പിശാചുബാധിതൻ എന്താ ചെയ്തെന്ന് പറഞ്ഞ 16-ാമത്തെ വാക്യം വായിച്ച്, അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. കണ്ടോ, വ്യാജപ്രവാചകന്മാരുടെ സകല കള്ളത്തരങ്ങളെയും പരിശുദ്ധാത്മ പൊളിച്ചു കൊടുത്തു. കണ്ടോ, അവരുടെ കപടത, അവരുടെ വ്യാജം. അവർക്ക് ഒരു ആത്മീയ കൃപയില്ലാത്തവരാ. പണത്തിനു വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി, മറ്റു പല ജഡമോഹങ്ങൾക്ക് വേണ്ടിയാണ് അവർ യേശുനാമം ഉപയോഗിച്ചത്. പിശാചിനത് മനസ്സിലായി. പിശാച് ചോദിച്ചു, ഈശോയെ എനിക്കറിയാം, പൗലോസ് നിങ്ങൾ ആരാന്ന് പറഞ്ഞ് മുറിപ്പെടുത്തി ഉടുതുണിയെല്ലാം പറിച്ചെടുത്ത് നഗ്നരായി അവരെ ഉപദ്രവിച്ച് പൊതുസമൂഹത്തിൽ അവഹേളിതരായി. ഇതൊരു വേർതിരിവിന്റെ സമയമാണ് പ്രിയപ്പെട്ടവരെ. നെല്ലും പതിരും ഒന്നിച്ചു വളരുവാൻ ഇനി കർത്താവ് അനുവദിക്കില്ല. കളയും വിളയും ഒന്നിച്ചു പ്രവർത്തിക്കാൻ കർത്താവ് ഇനി അനുവദിക്കില്ല. കൊയ്ത്തു വരെയാണ് രണ്ടും ഒന്നിച്ചു വളരാൻ കർത്താവ് അനുവദിച്ചത്. വെളിപാട് പുസ്തകം 14-15 പറയുന്നുണ്ട്, ഇത് കൊയ്ത്തിന്റെ കാലമാണ്. ഇനി നെല്ലും പതിരുകളും നെല്ലുകളും ഒരുമിച്ച് വളരുകയില്ല. കർത്താവ് പതിരുകളെ മാറ്റും. അതുകൊണ്ട് ഇന്ന് പലപ്പോഴും പല കേസുകൾ പുറത്തു വരുന്നതിന്റെ കാരണം കർത്താവ് കർത്താവ് വേർതിരിവിന്റെ സമയ സഹോദരങ്ങളെ. പല കള്ളനാണയങ്ങൾ, പല അസ്വസ്ഥതകൾ, പല വിധത്തിലുള്ള തിന്മകൾ, ഇതെല്ലാം പുറത്തു വരും. നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട. നമ്മൾ നിശബ്ദമായി പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക, പ്രാശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ തലമുറയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക.